ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു പരിപാടി എൻ്റെ വീട്ടിൽ വീട് കൂടിക്കൂടൽ പരിപാടി ഉണ്ട്, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ വീടാണ്. മഴ ചതിച്ചു കേട്ടോ, ചെളിയായിട്ട് ഭയങ്കര ചെളിയായി മഴ ചതിച്ചു ഞങ്ങളെ. 2 ദിവസമായി അടുപ്പിച്ചുള്ള മഴയാണ്. അപ്പോൾ നാളെയാണ് പരിപാടി. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ടുള്ള വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആ വീട് എങ്ങനെയുണ്ട് നമുക്ക് പോയി നോക്കാം. സംഭവമെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്, പക്ഷേ എന്നെ ഒന്ന് തോർത്തിയെടുക്കാനുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളെ ബാക്കിയല്ലോ. എല്ലാവരും ഉണ്ട്, അപ്പുറത്തുണ്ട് എല്ലാവരും. എല്ലാവരും അപ്പുറത്തുണ്ട്, പിള്ളറും. യൂട്ടി അങ്ങനെ നമ്മളിതാ വീടിൻ്റെ മുകൾ ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ ആയിരുന്നു. ഇതാ കുറേ കുട്ടിപ്പട്ടാളം, ഇവർ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇല്ല വരാമെന്നാ. ഇതാ കുറേ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒരൊറ്റ വീട്ടിലെ ആൾക്കാരിട്ടാ, ജോയിൻറ്റ് ഫാമിലി ആയിട്ട് നിന്നോട്ടെ. ഇപ്പം സെപ്പറേറ്റ് ആയി എല്ലാവരും. ആരുവാ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. ഞങ്ങളെ സഹായിക്കാൻ വന്നവരാണ് ഇവരെല്ലാം, പക്ഷെ ഫുള്ള് കളിയാണ് ഇവർക്ക്. പക്ഷെ നല്ല വൈബ് ഉണ്ട് കേട്ടാ, കുറേ പിള്ളേരും നല്ല വൈബ് ഉണ്ട് ഇന്നത്തെ ഡേ. നമ്മള് പണിക്ക് ചെറിയ ആളുകൾ നിങ്ങളെല്ലാം വീഡിയോ എടുത്തോണ്ടേ പണിയെടുക്കുന്നപ്പോഴെല്ലാം. പണിയെടുക്കാൻ വന്നപ്പോ കളിക്കുന്നുണ്ട്. ഞാൻ പാട്ട് സ്റ്റോപ്പ് ആക്കുന്ന ആള്. സ്റ്റോപ്പ് പാട്ട്. ഇല്ല ഇല്ല, ചന്നു റിവേഴ്സ് വരാനില്ല, ചന്നു ഔട്ട്. ആ നിക്ക്, പാട്ട് വെക്കുന്നത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇത് കസരാൾക്കി പായുന്നുണ്ട്, സ്പീഡ് വേണം. സ്റ്റോപ്പ്. ഒറ്റ കസേര. ആ ഓക്കെ, റെഡി. അല്ലറാ ചേച്ചി പയ്യ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ ഇത് കുറച്ചധികം വെക്കും. ഞാൻ കണ്ണടച്ചിട്ടുണ്ടാവാ. അതെ, ഞാൻ അടിക്കാം. ആരുന്നേ വിന്നർ വേറെ വിന്നർ വീട് മാറ്. വിന്നർ വീട് കാണിക്കട്ടെ. നെക്സ്റ്റ് ഇന്നാണ് പരിപാടി. ഒരുക്കങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീടൊന്നും സെറ്റായി എന്ന് പറയാം, പക്ഷെ ഒരു ഫൈനൽ ടച്ച് ഉണ്ട് ഇപ്പോഴും. വൈകുന്നേരത്തേക്ക് വേണ്ട ഫുഡിൻ്റെ തയ്യാറെടുപ്പിട്ടാണ് ചെയ്യുന്നത്. കറിക്കെല്ലാം മുറിച്ച് വെക്കുന്നുണ്ട്, സെറ്റായിട്ട് വെക്കുന്നുണ്ട്. ഇവർ എന്തെല്ലോ കഥ പറയുന്നുണ്ട്, അവർ കഥകളെല്ലാം പറയുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ പണികളെല്ലാം എടുത്ത് എല്ലാവരും ക്ഷീണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്നുണ്ട്. 5 മണിയായി. ഗോലി ബജിയും ചമ്മന്തിയും ചായയാണ് സ്പെഷ്യൽ. ഇതിന് ഗോലി ബജിയാണെന്ന് പറയുന്നത് കാസർഗോഡിൽ. വേറെ അടുത്ത് എന്ത് പറയുന്നത് നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താ ബാക്കിയുള്ള പരിപാടിയെല്ലാം 7 മണിയാകുമ്പോൾ തുടങ്ങും. കുടികൂടലിൻ്റെ പരിപാടി ഇന്ന് രാത്രി 7 മണിയാകുമ്പോൾ തുടങ്ങും. ഇന്ന് രാത്രിയും നാളെ പകലുമായിട്ടാണ് കുടികൂടലിൻ്റെ ചടങ്ങ്. നമ്മൾ കാസർഗോഡിൽ ഉള്ള ചടങ്ങ് എന്ന് പറയുന്നത് രാത്രി കുറ്റിപ്പൂജ എന്ന് പറയും. പിന്നെ പിറ്റേ ദിവസമാണ് കുടികൂടൽ ചടങ്ങ്. അപ്പോൾ അങ്ങനെ സമയം 6 മണി കഴിഞ്ഞു. എല്ലാവരും സുന്ദരികളായിട്ടിതാ വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വീട് എത്ര സെറ്റായിട്ടുണ്ട് കേട്ടോ. നാളെയാണ് കുടികൂടൽ ചടങ്ങ്. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് രാത്രിയുള്ളത്. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് പറയുമ്പോൾ മാമന് കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടപ്പോൾ. അപ്പോൾ എല്ലാ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത വീട്ടുകാരെല്ലാം
അതിലൊന്ന് ബോറടിക്കും. ഇതാ സമയം 8 മണി കഴിഞ്ഞിട്ടാണ്. ഇതാണ് രാത്രിയിലത്തെ പരിപാടിയുടെ ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങോട്ട് കുറ്റിപൂജ എന്ന് പറയും ഈ ചടങ്ങിനെ. അതിൻ്റെ ചടങ്ങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ചെറുതായിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത്. നല്ലുണ്ട് അജ്ജ, നല്ലുണ്ട്. അതിന് ടെൻഷനും മുട്ട അങ്ങനെ നല്ലുണ്ട്. അപ്പൊ മെല്ലെ വയ്ക്ക്, അപ്പൊ മെല്ലെ വയ്ക്ക്. ചെക്കന് നാണക്കേടാന്ന്. ഇങ്ങോട്ട് ശരി തിരി രഞ്ജോ, ഇങ്ങോട്ട് ശരി തിരിയുന്നു. പിശുക്കെത്തിയാന്ന് അതിൽ തീർന്നു. അതിൻ്റെ അടുത്തിട്ട് വാ. പാവ്യമ്മ നല്ലുണ്ട് ഫുഡ്, കുഴപ്പമില്ല. പാവ്യമ്മന് ഇഷ്ടമായാലും സൂപ്പർ. നിങ്ങളെ ഫുഡ് ചട്നി സൂപ്പർ. ഉണ്ണി സൂപ്പർ. കൊങ്കുളപ്പ സൂപ്പറാ, സൂപ്പർ പൊളി. കുഞ്ഞുട്ടാ നമ്മുടെ ചെക്കൻ പിച്ച് ശരിയാക്കുന്നുണ്ട്. പിച്ച് കിട്ടുന്നില്ല ഇപ്പോഴും.
ഇല്ല അഭ്യ മാത്രം. എന്റെ നമ്മളെ ഗാനൊക്കെ ഗാനമേള സ്റ്റാർട്ട് ആയിരിക്കുന്നു. ഗാനമേള കുഞ്ഞിട്ടാ ഇവിടെ ഗാനമേള നടക്കുന്നുണ്ട്. ഏകദേശം ആൾക്കാരും പോയിട്ടാ, എല്ലാരും ഏകദേശം പോയി. ജ്യോതി ഇയാൾക്കാണ് നാടക്കേട്, ഫേസ് കാണിക്കില്ല.